റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ദുരിതത്തിലായിരിക്കുകയാണ് കൊല്ലം ആശ്രാമം ഉളിയക്കോവിൽ നിവാസികൾ. ടാറിംഗ് ജോലികൾ പൂർത്തിയായതിന്റെ അടുത്ത ദിവസം തന്നെ റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. MLA ഫണ്ടിൽ നിന്ന് 1,10,00,000 രൂപ ചെലവഴിച്ച റോഡ് നിർമ്മാണത്തിൽ ഗുരുതര ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുൻപാണ് 2 കിലോമീറ്റർ ദൂരപരിധിയിൽ ആശ്രാമം ഉളിയക്കോവിൽ റോഡിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുമ്പോൾ തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും ഇളകി തുടങ്ങി. ടാറിംഗ് പാളി പൊളിഞ്ഞ് വിള്ളലുകൾ രൂപപ്പെട്ടതോടെ ഇവിടെ അപകടങ്ങളും പതിവായി. നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ എംസാൻഡ് ഉപയോഗിച്ച് കുഴികൾ നികത്തുകയാണ് കരാറുകാരൻ ചെയ്തത്. റോഡ് നിർമ്മാണത്തിൽ ഗുരുതരമായ നടപടിക്രമ ലംഘനങ്ങളും സാങ്കേതിക പിഴവുകളും ഉണ്ടായതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഈ റോഡ് 6 മാസമായി പണി തുടങ്ങിയിട്ട് ഇതുവരെയ്ക്ക് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പം അവരോട് കോൺട്രാക്ടറോട് സംസാരിച്ചപ്പോൾ കോൺട്രാക്ടർ പറയുന്നത് അവരുടെ ഫണ്ട് കുറവാണ്, അതുപോലെ ടാറിൻ്റെ വില കൂടി, യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ടാർ കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇട്ടതിൻ്റെ അന്നേരം മുതൽ മെറ്റൽ ഇളകിപ്പോയി. ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ മുഴുവൻ ഈ റോഡിൽ മൊത്തം നോക്കിയാൽ പറഞ്ഞാൽ മെറ്റലുകൾ മൊത്തം ഇളകിപ്പോയിരിക്കുക. ഞങ്ങൾ ഏത് രീതിയിലാണ് ഇത് പ്രതികരിക്കേണ്ടത്? ഞങ്ങൾ ആരോടാണ് ഇത് പറയേണ്ടത്? PWD വർക്ക് ചെയ്യുന്നത് മുഴുവൻ ചെറിയ ചെറിയ മെഷീനുകളുണ്ട്, മറ്റേ കോരികളുണ്ട്, കോരിയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്. ആരെയാണ് ഈ കളിപ്പിക്കുന്നത്? ആരോടാണ് ഈ വൈരാഗ്യം? എന്തിനാണ് സാർ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? 1,10,00,000 രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ടാർ ഉൾപ്പെടെ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയത് നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചതായി കരാറുകാരൻ പറയുന്നു. എന്നാൽ നിർമ്മാണ ജോലികൾക്ക് സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ഇത് വിലയിരുത്തേണ്ട ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. കരാർ ഏറ്റെടുത്ത വ്യക്തിയും മേൽനോട്ടം, അളവെടുപ്പ്, ഗുണനിലവാര പരിശോധന എന്നിവയ്ക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരും കൂട്ടുനിന്ന ക്രമക്കേടുകൾ നടത്തിയതായും ആരോപണമുയരുന്നു. റോഡ് നിർമ്മാണത്തിലെ വീഴ്ചകളിൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതായും ഇതിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.